സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിക്കാണെങ്കിൽ നന്ദൻ്റെ റൂമിൽ നിന്ന് ആ വലിയ ഡയറി തന്നെ ലഭിക്കുന്നുണ്ട്. ആ ഡയറിയിലാണെങ്കിൽ നന്ദൻ്റെ ആത്മഹത്യക്കുറിപ്പാണ് നന്ദൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. പ്രഭാവതിക്കാണെങ്കിൽ ഇത് തുറന്ന് വായിച്ചപ്പോൾ തൊട്ട് ഒരു സമാധാനവും ഇല്ല. ഇത്രയും കാലം തൻ്റെ മകൻ ജീവനോടെ ഉണ്ടെന്നാണ് പ്രഭാവതി വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ ഡയറി കിട്ടിയപ്പോൾ തൊട്ട് പ്രഭാവതിക്ക് തൻ്റെ മകൻ ഈ ഭൂമിയിലില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രഭാവതി ആണെങ്കിൽ ആകെ മൊത്തം തളർന്നിരിക്കുകയാണ്. ആരോടാണ് തൻ്റെ മകനെ പറ്റി അന്വേഷിക്കേണ്ടത് എന്നുള്ള അവസ്ഥയിലാണ് പ്രഭാവതി ആണെങ്കിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. പ്രഭാവതിക്ക് ആ ഡയറിയിൽ നിന്ന് നന്ദൻ്റെ കയ്യൊപ്പുള്ള ആ ഒരു വലിയൊരു ഡയറി കിട്ടിയതുകൊണ്ട് തന്നെ ഹരിസാറിനെ ഈ വിവരം അറിയിക്കുന്നുണ്ടെങ്കിലും ഹരിസാറ് അതൊന്നും കാര്യമാക്കണ്ട, അവൻ ആ വിഷമത്തിൽ ചിലപ്പോൾ എഴുതി കളഞ്ഞ ഒരു ഡയറി ആയിരിക്കാം, അതിനെക്കുറിച്ച് നീ ഒരുപാട് ആവലാതിപ്പെടുകയൊന്നും വേണ്ട പ്രഭാവതി, നമ്മളെന്തായാലും അന്വേഷിക്കുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം, നീ എന്തായാലും സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ ഹരിസാറാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്. എന്നതിന് ശേഷമാണ് ഹരിസാറിന് പറഞ്ഞത് അത്ര വലിയ വിശ്വാസം പോരാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് പ്രഭാവതി പോകുന്നുണ്ട്. പ്രഭാവതി ആണെങ്കിൽ നമ്മുടെ നന്ദൻ്റെ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, മോൻ എന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഈ അമ്മയ്ക്കറിയാം, എൻ്റെ മകൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി, എൻ്റെ മകനെ പറ്റി മോൻ എന്തൊക്കെയോ അറിയാമെന്നുള്ള കാര്യം ഈ അമ്മയ്ക്കറിയാം. അങ്ങനെ മുരളിയുടെ കാല് പിടിച്ച് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് നീ വിളിച്ചെങ്കിലും പറയണം, ഇനി എന്തായാലും ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോനെ അന്വേഷിക്കാൻ ഞാൻ തന്നെയാണ് ഇനി പോകാൻ നിൽക്കുന്നത്, ആരോടും സഹായം ഞാനിനി ചോദിക്കുന്നില്ല, എന്തെങ്കിലും അറിയാമെങ്കിൽ മുരളി നീ എന്നെ വിളിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുരളിയോട് അവിടുന്ന് യാത്ര പറഞ്ഞ് പ്രഭാവതി ഇറങ്ങുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ CPയെ നമ്മുടെ ദേവിക പോയി കാണുന്നുണ്ട്. CPയെ കണ്ടതിന് ശേഷം ദേവികയാണെങ്കിൽ പറയുന്നുണ്ട്, നന്ദുവിൻ്റെ റൂമിൽ നിന്ന് ഒരു ഡയറി കിട്ടിയിരുന്നു, ഒരു ആത്മഹത്യക്കുറിപ്പ്. ആ ഡയറിയിൽ പ്രതികരമായിട്ട് അരുന്ധതിയുടെ പേര് ഉണ്ടായിരുന്നു, ആരുടെയൊക്കെയോ പേരുണ്ടെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്, അതിൽ പ്രത്യേകമായിട്ട് എഴുതിയത് അരുന്ധതിയുടെയും ഋഷിയുടെ ഒക്കെ പേര് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പം നന്ദനെ കാണാനില്ലാത്തത് കൊണ്ടും നന്ദൻ ആത്മഹത്യ ചെയ്തോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കും അറിയില്ല, എന്തായാലും അരുന്ധതി മേഡത്തിനോടൊന്ന് സൂക്ഷിച്ചോളാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് CPയെ ഏൽപ്പിക്കുന്നുണ്ട്. CP ആണെങ്കിൽ അരുന്ധതിയോട് ഋഷിയോടും ഇത് തന്നെ വന്ന് പറയുന്നുണ്ട്, എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. അരുന്ധതിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് അത്ര അങ്ങോട്ട് ദഹിക്കാത്തത് കൊണ്ട് തന്നെ അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട്, എൻ്റെ സംശയം ശരിയാണെങ്കിൽ ദേവിക തന്നെയായിരിക്കും, ദേവിക നന്ദനെ ഒളിപ്പിച്ചിട്ട് അവൾ നമ്മളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പദ്ധതി നമ്മളെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ CPയെ വിളിപ്പിക്കുന്നതും കാണുന്നതൊക്കെ. എന്തായാലും എല്ലാവരും സൂക്ഷിക്കേണ്ട സമയമാണിത്. ഒരാൾ പെട്ടാൽ ബാക്കി എല്ലാവരും തന്നെ പെടുന്നൊരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നന്ദൻ എവിടെയാണെന്നും നന്ദൻ ആരാണ് ഒളിപ്പിച്ചതെന്നും എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായി, കാരണം ദേവികയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ചെറിയൊരു സംശയമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഇസബെല്ല പറയുന്നുണ്ട് അരുന്ധതിയോടാണെങ്കിൽ. അപ്പോൾ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് നമ്മളെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അവൾ നമ്മൾ കളിച്ച അതേ നാണയത്തിൽ തന്നെ നമുക്കും തിരിച്ചടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, എന്തായാലും ഇപ്പം നമ്മളൊന്നും അറിയാത്തതുപോലെ നിന്നാൽ മതി. അപ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, അവൾ ദേവിയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഇസബെല്ലയാണെങ്കിൽ. അതിനുശേഷം ഇസബെല്ലയോട് പറയുന്നുണ്ട്, എന്ത് കാര്യം ചെയ്താലും ശ്രദ്ധയോടെ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കെവിനാണെങ്കിൽ ഷാരിയെ വിളിച്ചിട്ട് ഇപ്പം തന്നെ എനിക്ക് കാണണമെന്നും എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കെവിനാണെങ്കിൽ എല്ലാ സത്യങ്ങളും ഷാരിയെ അറിയോ എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കെവിനാണെങ്കിൽ ആ സമയം അരുന്ധതിയോട് പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, എന്തായാലും നിങ്ങളൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അരുന്ധതിക്കാണെങ്കിൽ കെവിനെ നല്ല സംശയമുണ്ട് താനും. അങ്ങനെ നമ്മുടെ ഋഷിയോട് പറയുന്നുണ്ട്, കെവിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഋഷി പറയുന്നുണ്ട്, അവനെ എന്നേക്കാളും വിശ്വസിക്കാൻ കൊള്ളാം, എന്തായാലും നന്ദുവിനേക്കാളും അവൻ എന്നോട് തന്നെയാണ് ഇഷ്ടവും, പിന്നെ കൂട്ടുകാരനായിട്ട് എന്നെ തന്നെയാണ് അവൻ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവൻ എന്നെ ചതിക്കില്ല. അതിനുശേഷമാണെങ്കിൽ ഇസബെല്ലയും പറയുന്നുണ്ട്, അവൻ നല്ല ആളാണ്, അവനെ വിശ്വസിക്കാൻ വേണ്ടി, എന്തായാലും അവൻ എന്തായാലും ഇതൊന്നും ഒറ്റില്ല, നമ്മുടെ കൂടെ നിന്ന് ആരെങ്കിലും ഒറ്റയാണെങ്കിൽ തന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, അതുകൊണ്ട് അതോർത്തൊന്നും ആരും പേടിക്കണ്ട. CPയോട് ഇസബെല്ല പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ദേവികയുടെ അടുത്ത് നിന്ന് അറിയുമ്പോഴും തിരിച്ചങ്ങോട്ടേക്കൊന്നും പറയാൻ നിൽക്കണ്ട, അവൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നത് CP അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, നമുക്ക് മറ്റൊരു കളിയും കൂടെ കളിക്കാം, നമുക്ക് ദേവികയെ കിഡ്നാപ്പ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അവളെ കിഡ്നാപ്പ് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നന്ദൻ ഒളിപ്പിച്ചതെന്നും ഋഷി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ അവൾ അന്വേഷിക്കാൻ പിന്നെ നിൽക്കില്ല, ആദ്യം ദേവികയാണ് കിഡ്നാപ്പ് ചെയ്യേണ്ടത്, ഋഷി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യത്തിലോട്ട് അവൾ എത്തിപ്പെട്ട പോലീസിൻ്റെ മുമ്പിൽ നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുവരെ കാര്യങ്ങൾ നിങ്ങൾ ആരും എത്തിക്കരുത് എന്നൊക്കെ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ
കെവിനാണെങ്കിൽ ശാരികയുടെ അടുത്ത് പോയതിനു ശേഷം ശാരിക പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ നന്ദേട്ടൻ്റെ റൂമിൽ നിന്ന് ഒരു വലിയൊരു ഡയറി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തന്നെ. നന്ദേട്ടൻ്റെ റൂമിൽ നിന്ന് ആ ഡയറിയിൽ ഒരു ആത്മഹത്യക്കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. കെവിനേട്ടൻ എന്താ നന്ദേട്ടനെ പറ്റി ഒന്നും അന്വേഷിക്കാത്തതും ആലോചിക്കാത്തതും, ഒരു നല്ല കൂട്ടുകാരൻ എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ കെവിനോട് ശാരിക ചോദിക്കുന്നുണ്ടെങ്കിലും കെവിനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഞാനെന്ത് ചെയ്യാനാണ്, അന്വേഷണമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ശാരികയെ, എന്ത് ചെയ്യാനാണ്, അവനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കെവിനാണെങ്കിൽ. ശാരികയാണെങ്കിൽ നന്ദൻ്റെ കയ്യിൽ നിന്നും നന്ദൻ എവിടെയാണ്, എന്തെങ്കിലും ഒക്കെ കെവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ. ഇതൊന്നും അറിയാതെ കെവിനാണെങ്കിൽ നമ്മുടെ ശാരികയെ അന്ധമായി സ്നേഹിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കെവിനും ശാരികയായിട്ട് സംസാരിക്കുന്ന ഒരു എപ്പിസോഡായിട്ട് തന്നെയാണ് ഇത് അവസാനിക്കുന്നത്. ഇന്നത്തെ സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബായ്.